ചിലപ്പോൾ സമയത്തിന്റെ വേരിയേഷൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തുടങ്ങാം. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസമായി കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതെ, ഓക്കെ, ചെറിയ ചെറിയ കമന്റുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകളെല്ലാം മെയിൻ സ്ട്രീം ചാനലുകളും എല്ലാ ചാനലുകളും നമ്മൾ കാണുന്നുണ്ട്. ചില തരത്തിൽ ഇരയാക്കപ്പെട്ട ആൾക്കാരുടെ തുറന്നു പറച്ചിലുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ സാധാരണ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ഏറെയാണ്. ആ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സിനിമാ താരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പുകളും മറ്റും തന്നെയാണ്. നമുക്കറിയാം, വാർത്താ ചാനലുകളും എന്റർടൈൻമെന്റ് ചാനലുകളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി ഇതിൽ നമുക്ക് ബോധ്യമാകുന്നുമുണ്ട്. കാരണം വളരെ കൃത്യമായി പൊളിറ്റിക്സ് അടക്കമുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മളൊരു വിഷയം അവതരിപ്പിച്ചാൽ കാണുന്നതിൽ എത്രയോ അധികം സിനിമാ താരങ്ങൾ വന്നിരുന്ന് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളും ആങ്കർമാരുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ കാണാനുള്ള ആൾക്കാരുടെ തിക്കും തിരക്കും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മാനസിക നില അത്തരത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായ നിരവധി വിഷയങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാതെയാണ് ഇപ്പോൾ ഈ വിഷയം ആകെ ഒരു ലൈംഗികാരോപണവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ശരിയാണ്, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ അന്തസ് സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്ന പരാതിക്കാരെ സംബന്ധിച്ചും നമുക്ക് വലിയ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. കാരണം താരതമ്യേന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാർക്ക് അനുഭവിക്കുന്നതിനേക്കാൾ ഏറെ ഒരുപക്ഷെ സിനിമാ രംഗത്തേക്ക് അങ്ങോട്ട് തേടി ചെല്ലുകയോ വേഷത്തിനായി ചെല്ലുകയോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായൊക്കെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ 62 പേരാണ് അതിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ആ പരാതിയെല്ലാം മൊഴി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ മൊഴി നൽകിയ ആരെയും തന്നെ ഇപ്പോ പുറത്തു കാണാനില്ല. ആ മൊഴി നൽകിയ ആരും തന്നെയല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് വന്ന ശേഷം നിരവധി പേരുടെ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ചകളും വിഷയങ്ങളും ഒക്കെ ചില വിഷയങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയി പോകുന്നുണ്ടോ എന്ന സംശയമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്നത് ലൈംഗിക പ്രശ്നങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ പറ്റിയും എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലങ്ങും ബലങ്ങും എല്ലാ ചാനലുകാരും ഓട്ടമാണ്. ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഇന്റർവ്യൂ ചെയ്യാനും അവരുടെ ലൈവ് കാണിക്കാനും അവരെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനും ഒക്കെയുള്ള ഓട്ടത്തിലാണ് മാധ്യമങ്ങളുടെ കാര്യം എന്താണെന്ന്, ഈ വിഷയത്തിലുള്ള താല്പര്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ പവർ ഗ്രൂപ്പ് ആരാണെന്ന് അറിയണം. ഈ രണ്ട് വിഷയങ്ങൾ മാത്രമേ മാധ്യമങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. കാരണം ഞാനൊരു ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്ട്സും മറ്റുമൊക്കെ പറയുമ്പോൾ അതിന് താഴെ വന്ന് എല്ലാവരും പറയുന്ന ഒരു കമന്റ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കമന്റിൽ എല്ലാവരും പറയുന്നത്, നിങ്ങൾ കൃത്യമായ കാര്യം പറയൂ, ആരാണ് ഈ പവർ ടീം എന്ന് പറയൂ, ആരൊക്കെയാണ് ഇതിൽ പേരുള്ള നടന്മാരെന്നറിയൂ എന്നൊക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് നടൻ ഏത് നടിയുടെ കൂടെ പോയി എന്നറിയാനുള്ള താല്പര്യം മാത്രമാണ്. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളെയെല്ലാം ഉദ്ധരിക്കാമെന്നുള്ള താല്പര്യമോ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം നീതി നേടിക്കൊടുക്കാമെന്നുള്ള താല്പര്യമല്ല എന്ന് എനിക്ക് അതിൽ നിന്ന് തന്നെ ബോധ്യമായിട്ടുമുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്നും മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത്തരം ചില ലോബികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില പ്രശ്നങ്ങളിൽ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി അതിൽ പറഞ്ഞിരുന്നത് രാസലഹരി പോലുള്ള പദാർത്ഥങ്ങളുടെ അടക്കമുള്ള രാസലഹരികളുടെ ഉപയോഗമടക്കമുള്ള കാര്യങ്ങൾ സിനിമാ സെറ്റുകളിൽ നടക്കുന്നുവെന്നാണ്. ഇതിപ്പോഴല്ല, നേരത്തെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സിനിമാ സെറ്റുകളിൽ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെപ്പറ്റി ഗൗരവമായ ഒരു ചർച്ച നടക്കുന്നേയില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളെപ്പറ്റി ഗൗരവമായ ചർച്ച നടത്താതെ അതുപോലെ തന്നെ കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങളിൽ ആരോപണ വിധേയരായി നിരവധി സിനിമാക്കാർ അവിടെയുണ്ട്. അപ്പോ സ്വാഭാവികമായി നമുക്ക് സംശയമുണ്ടാകുന്നത് ഇത്രയധികം പ്രൊപ്പഗണ്ട സിനിമാ രംഗത്തു നിന്നുള്ള പുതിയ സിനിമാക്കാർ സൃഷ്ടിക്കുന്നത് പോലും ഒരു പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങൾ മറച്ചു വെക്കാനാണോ എന്ന സംശയം പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു നടൻ, പ്രത്യേകിച്ച് പേര് പറയാം, പൃഥ്വിരാജ് വന്നുകൊണ്ട് കുറ്റക്കാരെയെല്ലാം ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു. പൃഥ്വിരാജിന്റെ സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ
അമ്മയും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിൽ ഒരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കൃത്യമായി അറിയാതെയാണോ ഈ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നറിയില്ല. പൃഥ്വിരാജിന്റെ അസിസ്റ്റന്റ് ആണ്, പൃഥ്വിരാജിന്റെ സിനിമയിൽ പൃഥ്വിരാജിന്റെ സംവിധാന സഹായിയായി ഉണ്ടായിരുന്ന ആളാണ് അതിൽ പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ചില കോണുകളിൽ നിന്നുള്ള ചില ആൾക്കാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി സിനിമയിൽ ചർച്ച ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള പല ചർച്ചകളും വന്നിരുന്നു. ആ ഗ്രൂപ്പിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്ന ചിലരുടെ ഇടപെടലുകൾ ഇത്തരം വിഷയങ്ങളിൽ കൂടുതലായി വിഷയങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അമ്മ സംഘടനയിൽ നിന്ന് എല്ലാവരും രാജിവെച്ചു പോകുന്നു. പുറകെ ഇപ്പോൾ അവരുടെ ആവശ്യം ഫെഫ്ക സംഘടനയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ രാജിവെച്ച് പോകണമെന്നാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാ സംഘടനയിലുമുള്ള എല്ലാവരും രാജിവെച്ച് പോകണമെന്നും ആ സംഘടനയുടെ തലപ്പത്തേക്ക് ചിലരുടെ പേരുകളും നിർദ്ദേശിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങളിൽ പലപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ളവരുടെ ഒരു ടീം, അതുപോലെ തന്നെ ഈ സിനിമാ സെറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള രാസലഹരി അടക്കമുള്ളവ, സിനിമയിലെ രാസലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്, ഈ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളുടെ പോലും ബേസിക് കാരണങ്ങൾ അതിലൊന്ന് ആകാമെന്നും ഇരിക്കെ എന്തുകൊണ്ടാണ് അത്തരം ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് ചർച്ച പോകാത്തതെന്ന സംശയമാണുള്ളത്. അത്തരം ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് ചർച്ച പോകാതെ ഇങ്ങനെ നമുക്ക് വാർത്താമാധ്യമങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വാർത്താമാധ്യമങ്ങൾക്ക് അവരുടെ റേറ്റിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ 3 ചാനലുകൾ തമ്മിൽ നടക്കുന്ന വലിയ മത്സരം. കാരണം റിപ്പോർട്ടറും ഏഷ്യനെറ്റും അതുപോലെ തന്നെ 24 തമ്മിലൊരു വലിയ മത്സരം, ടാം റേറ്റിംഗിൽ ആരാണ് മുമ്പൻ എന്നറിയാൻ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് കുറച്ച് പിന്നോക്കം പോവുകയും മറ്റു 2 ചാനലുകൾ കയറി വരികയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ആരാണ് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ആരാണ് മുമ്പിൽ വരിക എന്നുള്ളതും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും എന്ന് നമുക്കറിയാം. അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് ഇത്. വീണ് കിട്ടിയ ഒരു അവസരമാണ്. ഈ വിഷയത്തിൽ പരമാവധി കത്തിക്കുകയും പരമാവധി ഇതുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിരിക്കുന്ന ഈ കഞ്ചാവും അതുപോലെ തന്നെ രാസലഹരിയും അടക്കമുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച മാധ്യമങ്ങൾ കൊണ്ടുപോകാത്തത് എന്ന സംശയം കൂടി ബാക്കിയാവും. അതുമാത്രമല്ല, ഈ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ചിലരെ കണ്ടോ, അവരൊക്കെ ചെയ്തിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവരെക്കുറിച്ചും പൊതുസമൂഹത്തിൽ വളരെ മോശപ്പെട്ട തരത്തിലുള്ള അഭിപ്രായമുള്ള ചിലർ വന്നിരുന്ന് എല്ലാവരെയും സദാചാരം പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അവരെ ഒരു പക്ഷേ അവരുടെയൊക്കെ കാലഘട്ടം 10, 30, 40 വർഷം സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഉപദ്രവിച്ചവരും അവരെ അത്തരത്തിൽ പെരുമാറിയിരുന്നവരും അവർ പരസ്പര സമ്മതത്തോടുണ്ടായിരുന്നവരും ഒക്കെ ഒരുപക്ഷെ ഇവിടെ ഇപ്പോ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ അല്ലെങ്കിൽ അവർ വിവാഹിതരായി അവർ കുടുംബവും ഒക്കെയായി കഴിയുന്ന അത്തരത്തിലുള്ള ചിലരാണ് ഇത്തരത്തിലുള്ള ചില വലിയ ആരോപണങ്ങൾ. കാരണം ഇനി എന്റെ പിറകിൽ ആരും വരാനില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന തരത്തിലുള്ള ചിലർ വളരെ കൃത്യമായി തന്നെ അറിയാം. അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം. അത്തരത്തിൽ ചില ചർച്ച തൊഴിലാളികൾ കഴിഞ്ഞ കുറെ നാളുകളായി ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരം ചാനലുകളിൽ വന്നിരുന്ന് സ്ഥിരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർ, അത്തരത്തിലുള്ള ചിലരും ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് സ്ത്രീ വിഷയം അടക്കമുള്ള ആരോപണങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ചർച്ച നടത്തുകയാണ്. സ്ത്രീ വിഷയം മാത്രമല്ല, സിനിമയിൽ നിരവധി വിഷയങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കമുള്ള വിഷയങ്ങൾ, മയക്കുമരുന്ന്, രാസലഹരി അടക്കമുള്ള വിഷയങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. പുതിയ തലമുറയ്ക്ക് അമ്മ സംഘടന പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടട്ടെ എന്നൊക്കെ, പുതിയ തലമുറ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ തലമുറയുടെ സിനിമകളെ പറ്റി നമുക്കറിയാം. ഈ സിനിമകൾ എങ്ങനെയാണ് ഇപ്പോ പലപ്പോഴും 100 കോടി ക്ലബിലെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമ വലിയ വിജയമാണെന്ന് ആഘോഷിച്ചതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്നറിയാം. കള്ളപ്പണത്തിന്റെ വലിയ പ്രശ്നങ്ങൾ, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ സിനിമാ രംഗത്തുണ്ട് എന്ന് നമുക്കറിയാം. പണവും രാസലഹരിയും അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കൂടി ചർച്ച പോകേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച പോകാതിരിക്കുന്നത് കൊണ്ട് ആകെ ഇതൊരു സ്ത്രീ വിഷയവും അതുപോലെ തന്നെ ഇക്ലിപ്പെടുത്തുന്ന ചില കഥകളുമായി മാത്രം ഈ സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് പോകെ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സിനിമാ രംഗത്തുള്ള മെയിൻ സ്ട്രീമിലുള്ള ഒരു നടിമാരും തങ്ങളെ ആരും പീഡിപ്പിച്ചുവെന്നോ അത്തരത്തിലുള്ള ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ചിലർ മാത്രമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള പരാതി ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം നിയമപരമായി പരാതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള പരാതികൾ, ആ പരാതിയിൽ എങ്ങനെയാണ് മുമ്പോട്ട് തെളിവ് ശേഖരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ മറ്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അങ്ങനെ വല്ലപ്പോഴും അവിടെ ഉണ്ടെന്നോ പറഞ്ഞെന്നോ അല്ലെങ്കിൽ ആ ദിവസം ഉണ്ടായിരുന്നോ എന്നൊക്കെ കണ്ടെത്തുക പോലും ചിലപ്പോൾ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം
10-15 വർഷം കഴിയുന്ന ഈ CCTV ദൃശ്യങ്ങളൊന്നും ആരും ശേഖരിച്ചു പോലും ഒരു സ്ഥാപനങ്ങളുടെ പോലും ഈ 15 വർഷം 10 വർഷമായ CCTV ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ല. നിയമപരമായി സത്യത്തിൽ നിയമപരമായി ഇതിലൊക്കെ കേസെടുത്ത് വെറുതെ ഒരു FIR ഇടാമെന്നും മറ്റു വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നാണം കെടുത്താൻ പറ്റും. കാരണം കുറെ കാലത്തേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ നാണം കെടുത്താനും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്നല്ലാതെ ഈ വിഷയത്തിൽ എത്രത്തോളം നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷം ഉന്നയിക്കപ്പെട്ട പരാതിയാണ് ഇതെല്ലാം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇപ്പോ പല വിഷയങ്ങളിലും കഴിഞ്ഞ 5 വർഷമായി കാലം മാറിയിട്ടുണ്ട്. ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നെങ്കിൽ ആ സമയത്തെങ്കിലും പരാതിക്കാരായിട്ടുള്ള ആരെയെങ്കിലും ഒക്കെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അന്ന് പരാതി ഉന്നയിച്ച ആർക്കെങ്കിലും ഒക്കെ തെളിവ് ശേഖരിച്ചുകൊണ്ട് ഈ കുറ്റക്കാരായവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായൊക്കെ മുന്നോട്ട് പോകാമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയം കൊണ്ട് 2-3 ഗുണങ്ങളെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ. അതിലൊന്ന് പ്രകടമായ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് സിനിമാ മേഖലയിലെത്തുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ സാധാരണക്കാരൊന്ന് ഭയക്കും. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. കാരണം പുതുതലമുറ ലഹരിയിലുമൊക്കെ അവരെല്ലാം ലഹരിയിലുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പുതിയ തലമുറ സിനിമകളുടെ സെറ്റുകളിലേക്ക് എത്തുന്ന ലഹരിയെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലേക്ക് ഇപ്പോ ഈ സിനിമ രംഗം ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ രാസലഹരി അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായി അഡ്രസ് ചെയ്യുകയും അതിനൊരു നിയമം ഉണ്ടാക്കുകയും അത് തടയാൻ വേണ്ട നിയമങ്ങൾ ചെയ്യുകയും അത് തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ ഇതേപോലെ തന്നെ 5-10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പരാതികൾ സിനിമാ സെറ്റുകളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതാണ് ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ സിനിമാക്കാർ വളരെ മാന്യന്മാരാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. 90% സിനിമാക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മൾ പറയുന്നു ഇവരെല്ലാം കുറച്ചുപേർ മാന്യന്മാരാണ്, കുറച്ചുപേർ മാന്യന്മാരല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ തൊഴിൽ സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥലത്ത് ഇത്തരം ഒരു പീഡനം ഉണ്ടായാൽ ഈ പീഡനത്തെ ചെറുക്കാനും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ചിലർക്കെങ്കിലും ഇതിൽ കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? പുതിയ തലമുറയിൽ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരാൾ ഇന്ന് നമുക്കറിയാം പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റെ സിനിമാ സെറ്റിൽ പോലും ഉണ്ടായിട്ട് പൃഥ്വിരാജിന് അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ പൃഥ്വിരാജിനെ എന്തിനാണ് ഇങ്ങനെ ഒരു ബിംബമായി പറയുന്നത്? അതുപോലെ തന്നെ പാർവതി അടക്കമുള്ളവരുടെ വിഷയം, പാർവതി അടക്കമുള്ളവരൊക്കെ അഭിനയിക്കുന്നതും പറയാം. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പകാലത്ത് ഒരുപക്ഷെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. നമ്മളൊക്കെ ട്രെയിനികളായി ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥാപനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരുമിച്ച് നിൽക്കാതെ ഒറ്റയ്ക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ കാലക്രമേണ നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമുക്കത് ചോദ്യം ചെയ്യാനും നമ്മുടെ പെൺകുട്ടികളോടൊപ്പം നിൽക്കാനും നമ്മുടെ സിനിമാ സെറ്റുകളിൽ ഒരുമിച്ച് നിൽക്കാനും കഴിയും. അത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇവരാരും എടുത്തതായി കണ്ടില്ല. കഴിഞ്ഞ ദിവസം അതാണ് വളരെ കൃത്യമായി തന്നെ അഖിൽ മാരാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ സിനിമാ സെറ്റുകളിൽ പറയുന്നവരുടെ സിനിമാ സെറ്റുകളിൽ പോയാൽ അല്ലെങ്കിൽ ഇവരുടെ മീറ്റിംഗുകൾ പോയാൽ കള്ളും കഞ്ചാവും അത്തരത്തിലുള്ള അവരുടെ മുറിയും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്ന തരത്തിൽ അതൊരു ഗുരുതരമായ കാര്യം തന്നെയാണ്. അത്തരം ഒരു പ്രസ്താവനയും അഖിൽ നടത്തിയിരുന്നു. അഖിലിന്റെ പ്രസ്താവന ഗുരുതരമാണെന്നല്ല, അത് സംഭവം സത്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പലപ്പോഴും കണ്ടതാണ് സിനിമാ സെറ്റുകളിൽ നിന്നും നടന്മാരുടെ വീടുകളിൽ നിന്നും നിരവധി പ്രശ്നങ്ങൾ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുതിയ തലമുറ സിനിമാക്കാരെല്ലാം ഡീസന്റ് ആണ്, പഴയ തലമുറയിലെ ആൾക്കാരാണ് മോശക്കാർ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള സിനിമകളുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്ക് ബോധ്യം വന്നു, നമ്മൾ അറിഞ്ഞതുമാണ്. ഇത് ഇനിയും ഈ വിഷയമൊക്കെ കൃത്യമായി സ്ത്രീ പീഡനം മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന മാത്രമല്ല, രാസലഹരി അടക്കമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും വീണ്ടും അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് തന്നെയാകും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകളും ഗുരുതരമായ ചർച്ചകൾക്കും വഴിമരുന്നാകേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോ ഈ സിനിമാ രംഗത്ത് ഇപ്പോ ആരോപണം ഉന്നയിച്ച് എല്ലാ സിനിമക്കാരെയും അല്ലെങ്കിൽ സിനിമാ സംഘടനകളിലെ ആൾക്കാരെയൊക്കെ ഇപ്പൊ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണെങ്കിലും നടീനടന്മാരുടെ സംഘടനയാണെങ്കിലും ഈ സംഘടനയിലെ ആൾക്കാരെയൊക്കെ ഒന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് ആരൊക്കെയാണ്, അതിന്റെ പിറകിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കോണിൽ നിന്ന് നമുക്കറിയാം ഈ കർഷക സമരം അടക്കമുള്ള സമരങ്ങളിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്ന പോലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം ഏതെങ്കിലും ഒരു കൃത്യമായ കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഈ അവസരത്തിൽ ചിലപ്പോ ഞാൻ പറഞ്ഞില്ല നീർക്കോലികളെല്ലാം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി തലപൊക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവരും അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആർക്കൊക്കെ ആരോടൊക്കെ വ്യക്തിവൈരാഗ്യമുണ്ടോ അത്തരത്തിൽ വ്യക്തിവൈരാഗ്യമുള്ളവർക്ക് എതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ രാജിവെക്കണം, ഇവർ രാജിവെക്കണം, ഇങ്ങനെ പലരും രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയാണ്.
അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയം വൺ സൈഡഡ് ആയി പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തു നടിമാരെ പറ്റി, നടിമാരുടെ പ്രശ്നങ്ങളെ പറ്റി, നടിമാർ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണത്തെ പറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം സിനിമാ സെറ്റിലെ കള്ളപ്പണവും രാസലഹരിയുമാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതിലെല്ലാം, ഈ വിഷയങ്ങളിലെല്ലാം സിനിമാ രംഗത്ത് പ്രശ്നമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ അപസർപ്പ കഥകളോ അല്ലെങ്കിൽ ഇക്കിളി കഥകളോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ മനഃശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചാനലുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ചർച്ചകളുടെ ഇടയിൽ എപ്പോഴെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മയക്കുമരുന്നും രാസലഹരിയും അടക്കമുള്ള ഇത്തരത്തിലുള്ള രാസലഹരികളും കഞ്ചാവും അടക്കമുള്ള വിഷയങ്ങളിലും കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങളിലും ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്കൊന്നും അത്തരത്തിലൊരു ചർച്ചയില്ല. ഇന്ന് പൃഥ്വിരാജിന്റെ സിനിമാ സെറ്റിൽ നടക്കുകയും അതൊരു കേസായി തെലങ്കാനയിൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് ആരോപണമുള്ള ഒരു കേസിനെ പറ്റി എത്ര മാധ്യമങ്ങളാണ് ചർച്ച ചെയ്തത്? മെയിൻ സ്ട്രീം മാധ്യമങ്ങളാരും ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല. അവിടെയാണ് എവിടെയോ ഏതോ കോണിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിലരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന സംശയം ഉയരുന്നത്. ഏതായാലും ഇത് ഒരു ശരിയായ പോക്കല്ല സിനിമാ രംഗത്തെ ചർച്ചകൾ സംബന്ധിച്ചു പോലുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങൾ ഒരു ലൈംഗിക വിഷയം മാത്രമായി ഒതുക്കാതെ നിരവധി വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് ലൈംഗിക വിഷയമെന്നും അഡ്രസ് ചെയ്യപ്പെടേണ്ട മറ്റു വിഷയങ്ങളുണ്ട് എന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടാകണം. സാധാരണ ഈ ഗോസിപ്പില്ലേ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കാണും, നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കലുങ്കുകളിലൊക്കെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് പെൺകുട്ടികളെ പറ്റി അപസർപ്പ കഥകൾ പറയുന്നതും ആവശ്യമില്ലാത്തത് ഏതെങ്കിലും പെൺകുട്ടിയെ തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ തങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം പ്രകടിപ്പിക്കാത്ത പെൺകുട്ടികളെയൊക്കെ മോശം പറയുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചില ചർച്ചകൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചകളുടെ നിലവാരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനി അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം മയക്കുമരുന്ന്, രാസലഹരി അടക്കമുള്ള വിഷയം. ഇതിന്റെ വാഹകരായി ആരൊക്കെയുണ്ട്? സിനിമാ സെറ്റുകളിൽ സിനിമാ നടനെ അറസ്റ്റ് ചെയ്തതുവരെയാണ്. നമുക്കറിയാം നിരവധി പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണമുള്ളത്. നമ്മുടെ ചെറിയ കുട്ടികൾ അടക്കമുള്ളവർ, പെൺകുട്ടികൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കൊണ്ട് ഒരു പെൺകുട്ടി നിലത്ത് കിടന്ന് ഇഴയുന്ന ഒരു വീഡിയോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി സിനിമയിൽ അത് കൂടുതൽ വ്യാപകമാണ്. ആ വിഷയങ്ങളെയാണ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ചർച്ചകൾ ഉണ്ടാകണം. അല്ലാതെ ഇങ്ങനെ മട്ടാഞ്ചേരി മാഫിയ മാത്രം ഇങ്ങനെ വന്ന് നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനും അപ്പുറം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായി സംഘടനകളെയും അതുപോലെ തന്നെ വ്യക്തികളെയും ഒന്നും കാണരുത് എന്നാണ് പറയാനുള്ളത്. നമ്മൾ അക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. കാരണം മാധ്യമങ്ങൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. മാധ്യമങ്ങളുടെ താല്പര്യം അവരുടെ റേറ്റിംഗിലാണ്. പിന്നെ മാത്രമല്ല, ചില മാധ്യമങ്ങൾക്ക് ചില വ്യക്തികളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ചില മാധ്യമങ്ങളെയും നമുക്ക് കാണാം. സാധാരണഗതിയിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തനത്തിൽ അന്തസ്സല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വ്യക്തിവൈരാഗ്യമുള്ള ഒരു വ്യക്തിയെ പറ്റി പോലും ഞാൻ ഒരിക്കലും എനിക്കൊരു ചാനലുണ്ട്, ഞാൻ എന്റെ ചാനൽ യൂട്യൂബ് ചാനലാണ്. ആ ചാനൽ ഞാൻ ഒരിക്കലും എനിക്ക് വ്യക്തിവൈരാഗ്യമുള്ള ഒരു വ്യക്തിയെ പറ്റി പോലും ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരു വാർത്തയോ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയുന്നത് എന്റെ വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട സ്ഥലമല്ലാതെ എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ, എന്റെ പേഴ്സണൽ സ്പേസിൽ ഫേസ്ബുക്കിലാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ പലരും ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്രശ്നമായി മാറ്റിയിരിക്കുന്നു എന്ന സംശയമുണ്ട്. ഏതായാലും വലിയ മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ ആ മൊഴിയെടുത്താലും ഏത് തരത്തിലായിരിക്കും മുമ്പോട്ടുള്ള കേസിന്റെ പോക്ക് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഉറപ്പുണ്ട്. ആ കേസൊന്നും ഒരിക്കലും ആ കേസിലൊന്നും ഒരാളെ ശിക്ഷിക്കാനുള്ള ഒരു സാധ്യതയില്ല. ശിക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്ന കേസുകളാകട്ടെ സർക്കാർ ഒട്ട് കാര്യമായി എടുക്കുന്നുമില്ല. അതിൽ പോക്സോ അടക്കമുള്ള കേസുകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സംവിധായകൻ കമലിനെതിരെ അത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ ഉന്നയിച്ച ആരോ ഒരു സംവിധായകനെതിരെ അദ്ദേഹം കേസ് പോലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് കൃത്യമായ തെളിവ്, അന്ന് ഒരു കേസ് ഉണ്ടായിരുന്നതിന് കൃത്യമായ തെളിവുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസുകളുടെ കാര്യത്തിലോ അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതിലൊക്കെയാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത്. അത്തരം വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമ രംഗത്ത് നടക്കുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സംഘടനകളെ തകർക്കാനുള്ള ശ്രമം പോലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. ഏതായാലും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ജഗദീഷിന്റെ നിലപാട് വളരെ കൃത്യം തന്നെയാണ്. അപ്പോഴും ജഗദീഷും പറയുന്ന പുതിയ തലമുറ ഏറ്റെടുക്കട്ടെ എന്നാണ്. അങ്ങനെയല്ല, ജഗദീഷ് വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് വളരെ വൃത്തിയായി ഭംഗിയായി അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ ഭംഗിയുള്ളതായിരുന്നു. മാത്രമല്ല ഈ
യുവതലമുറയെ സിനിമ മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി അങ്ങോട്ട് മാറി നിൽക്കുകയോ ചെയ്യുന്ന സിനിമയ്ക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം മയക്കുമരുന്നും കഞ്ചാവും അടക്കമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത വിഷയങ്ങളിൽ പോലും സിനിമകൾ വരുന്ന ചില സിനിമാ പാട്ടുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സിനിമാ പാട്ടിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപം ഉയർന്നൊരു കാലഘട്ടം കൂടിയാണ്. അത്തരത്തിൽ സിനിമാ പാട്ടുകൾ പോലും അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഇടങ്ങളായി ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൂടുതൽ ഈ കഞ്ചാവും മയക്കുമരുന്നും രാസലഹരിയെ സംബന്ധിച്ച് അവബോധം സമൂഹത്തിലുണ്ടാവണം. ഈ വിഷയം നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല. പലപ്പോഴും എനിക്ക് ഒരുപാട് കുട്ടികളെ, ഒരുപാട് അമ്മമാരെ അറിയാം, ഇത്തരത്തിൽ വിഷമിക്കുന്ന നിരവധി അമ്മമാർ. തങ്ങളുടെ മക്കൾ ഇത്തരത്തിൽ മയക്കുമരുന്നിനും കഞ്ചാവിനും സിഗരറ്റിനും ഒക്കെ ചെറിയ കുട്ടികൾ, അതായത് 18 വയസ്സ് 17 വയസ്സുള്ള കുട്ടികൾ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത്തരത്തിൽ അങ്ങനെ മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ രാസലഹരിയെ പറ്റി വളരെ ഗൗരവകരമായ ചർച്ച നടക്കണം. കാരണം സിനിമാ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തെയും കാർന്നു തിന്നുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഈ ലഹരി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ, പക്ഷേ നമ്മുടെ ജനങ്ങൾ എത്രത്തോളം അതൊരു സോഷ്യൽ കൾച്ചറിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ എത്രത്തോളം ഗൗരവത്തോടെയാണ് നമ്മുടെ ആൾക്കാർ അതിനെ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ പറയാം, എന്റെ ഒരു ചാനലിൽ ഞാൻ സാധാരണഗതിയിൽ വാർത്ത ചെയ്യുമ്പോൾ സാധാരണ കിട്ടുന്ന റീച്ചിനെക്കാട്ടിലൊക്കെ ഉപരി ഒരു 200, 300, അങ്ങേയറ്റം പോയി 500 പേരെ ഈ വാർത്ത കാണുന്നു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഇപ്പോൾ പറയും, സാരമില്ല, 500 പേര് കണ്ടാൽ മതി, 500 പേർക്ക് അവബോധമാകുമല്ലോ. അതുകൊണ്ട് ആ വാർത്തയിൽ ഞാൻ പണം നോക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ നോക്കുന്നില്ല. ആ വാർത്ത 500 പേർക്ക് ഉപകാരമാകുമെങ്കിൽ, 500 മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ 200 മാതാപിതാക്കൾക്ക് അത് ഗുണമാകുമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഗുണമാകുമെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ അത്തരം വാർത്ത, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വാർത്ത കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം വിഷയം ഇതാണ് ഏറ്റവും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാരണം ഈ ബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങളിൽ കള്ളുകുടിയും കഞ്ചാവും ഒക്കെ അടിച്ചുകൊണ്ടാണ് പലപ്പോഴും രാത്രികളിൽ മുറികളിലൊക്കെ നോക്ക് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള സംവിധായകരും ഒക്കെ ചെല്ലുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിഷയങ്ങളെല്ലാം സ്ത്രീ വിഷയത്തിലേക്കും മറ്റ് പീഡനങ്ങളിലേക്കും ഒക്കെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഞാൻ പറയുന്നത്. ഏതായാലും അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒന്ന് കള്ളപ്പണവും അതുപോലെ തന്നെ മയക്കുമരുന്നും രാസലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ആ വിഷയത്തിൽ യാതൊരു സംശയവും അമാന്തവും നമ്മുടെ ജനങ്ങൾ കാണിക്കരുത്. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പോൾ പലപ്പോഴും ചാനലുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടി ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗൗരവകരമായി സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ചാനലുകളും ഒക്കെ നിങ്ങളുടെ വഴിയിലേക്ക് വരികയുള്ളൂ എന്നാണ് പറയാൻ കഴിയുന്നത്. അതായാലും വേറൊരു വിഷയമായി ഞാൻ നാളെ എത്തും. നിരവധി വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓരോ ദിവസമായി വരാം. അപ്പോൾ ശരി, നാളെ കാണാം. ഓക്കെ, താങ്ക് യു.